HSST എക്സാമിന് വേണ്ടി കാത്തിരിക്കുന്നവരായിരിക്കും അല്ലേ. ഇപ്പോൾ HSST ആയിക്കോട്ടെ UGC നെറ്റ് ആയിക്കോട്ടെ, നിങ്ങൾ അതിൻ്റെ സിലബസ് നോക്കുകയാണെങ്കിൽ അതിൽ കിടക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്. ഈ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ കാണാം, ഒന്നിൽ 2, 3, 4 ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് തന്നെ ചോദിക്കുന്നുണ്ട് അല്ലേ. ഓക്കെ, അപ്പം നമ്മൾ ആ ഒരു ഭാഗം അങ്ങനെ സ്കിപ്പ് ചെയ്യണോ? വേണ്ട, നമുക്കത് നോക്കാമല്ലോ. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു സെക്ഷൻ ഫുള്ള് കവർ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ റിസർച്ച് മീനിങ്, ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ടൈപ്പ് ഈ ഒരു ഭാഗമാണ് കേട്ടോ കവർ ചെയ്യുന്നത്. ഇതിൻ്റെ പരമാവധി നോട്ട്സും കളക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ മുൻ വർഷങ്ങളിൽ ചോദിച്ച് കണ്ടിട്ടുള്ള ചോദ്യങ്ങളൊക്കെ തപ്പിപ്പിടിച്ച് തയ്യാറാക്കിയ ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് കിട്ടോ, കുഴപ്പമില്ല. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ കിട്ടാവുന്ന ഡെഫിനിഷൻസ് ഒക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. പരീക്ഷ പേപ്പറിൽ ചോദിച്ച ഡെഫിനിഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ റെഡ്മാൻ ആൻഡ് മോറി മൂപ്പരെന്താ പറഞ്ഞത്? റിസർച്ച് ഈസ് എ സിസ്റ്റമാറ്റൈസ്ഡ് എഫേർട്ട് ടു ഗെയിൻ ആൻഡ് ന്യൂ നോളജ്. പുതിയ നോളജ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള സിസ്റ്റമാറ്റൈസ്ഡ് എഫേർട്ട്, അതാണ് റിസർച്ച് എന്ന് പറഞ്ഞു അല്ല. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് എന്തിനെ കുറിച്ച് പഠിക്കാം, നമ്മുടെ യൂണിവേഴ്സ് എങ്ങനെയുണ്ടായത്, അതിന് വേണമെങ്കിൽ നമുക്ക് റിസർച്ച് നടത്താം. ഇപ്പോൾ ന്യൂ നോളജ് ഗെയിൻ ചെയ്യുക അല്ലെ, ഒരു റിസർച്ച് നടത്തുന്നത് വഴി നമുക്ക് പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കാനൊക്കെ പറ്റുമല്ലോ. സോ റെഡ്മാൻ ആൻഡ് മുറി അതാണ് പറഞ്ഞിച്ചത്. ആൻഡ് ക്ലിഫോർഡ് വുഡി എന്താ പറഞ്ഞത്? ഇറ്റ്സ് ഡിഫൈനിങ് ആൻഡ് റീഡിഫൈനിങ് പ്രോബ്ലംസ്. ആ പ്രോബ്ലം കണ്ടെത്തുന്നു, ദെൻ ഫോർമുലേറ്റിംഗ് ഹൈപ്പോത്തസിസ്. ആ പ്രോബ്ലത്തിന് വേണ്ടി ഒരു ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യുന്നു, ദെൻ കളക്ടിങ് ആൻഡ് ഓർഗനൈസിങ് ആൻഡ് ഇവാലുവേറ്റിംഗ് ഡാറ്റ, മേക്കിംഗ് ഡിഡക്ഷൻ ആൻഡ് റീച്ചിങ് കൺക്ലൂഷൻ. അതിൽ നിന്ന് നമ്മളിങ്ങനെ കൺക്ലൂഷനിലേക്ക് എത്തുന്നു. ഇപ്പോൾ അത് ക്ലിഫോർഡ് വുഡി അതാണ് പറഞ്ഞിച്ചത്. ദെൻ ക്രെസ്വെൽ എന്ന് പറഞ്ഞത് research is a process of steps used to collect and analyze information to increase our understanding of a topic or issue. For example, ഇപ്പോൾ ഒരു ഡിറ്റക്റ്റീവ് മൂപ്പര് ഒരു കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ ആൾക്ക് എന്ത് ചെയ്യണം? കളക്ട് ആൻഡ് അനലൈസ് ഇൻഫോർമേഷൻ. ലൈക്ക് ആൾക്ക് ആ കേസിന് വേണ്ടിയിട്ടുള്ള പരമാവധി ക്ലൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ദെൻ അത് പരമാവധി ക്ലൂസ് കിട്ടിയാലാണ് ആ ഒരു ഇഷ്യൂവിനെ കുറിച്ച് കൂടുതൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുക, ആ കേസിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ പറ്റും. സോ ക്രിസ്വൽ പറഞ്ഞത് റിസർച്ച് ഈസ് എ പ്രോസസ് ഓഫ് സ്റ്റെപ്സ് യൂസ് ടു കളക്ട് ആൻഡ് അനലൈസ് ഇൻഫോർമേഷൻ ടു ഇൻക്രീസ് അവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എ ടോപ്പിക് ഓർ ഇഷ്യൂ. ഇനി ജോൺ ഡബ്ല്യു ബെസ്റ്റ് എന്താ പറഞ്ഞത്? റിസർച്ച് ഈസ് എ സിസ്റ്റമാറ്റിക് and objective analysis and recording of controlled observation that may lead to the development of generalization principles or theories. ഇപ്പോൾ മൂപ്പൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളൊരു സ്റ്റഡി നടത്താണ്. ലൈക്ക് ഈ ഒരു ലൗഡ് എന്നിട്ട് ഭയങ്കര ബഹളമാണെങ്കിൽ അത് കുട്ടികളുടെ ഷോർട്ട് ടൈം മെമ്മറി ബാധിക്കും. അതായത് നല്ല ബഹളത്തിൻ്റെ ഇടയിൽ ഇരുന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് അധികം പഠിക്കാൻ പറ്റുമോ ഇല്ലയോ, അതാണ് നിങ്ങൾ നടത്തുന്ന ഒരു സ്റ്റഡി എന്ന് വെച്ചാൽ ഒരു റിസർച്ച്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് കുട്ടികളെ, ഇപ്പോൾ ഒരു 60 കുട്ടികളെ നിങ്ങൾ സെലക്ട് ചെയ്തു. ഈ കുട്ടികൾക്ക് 60 വേർഡ്സ്, കുറച്ച് കുട്ടികളെ നിങ്ങൾ സെലക്ട് ചെയ്തു. ഓക്കെ, കുറച്ച് സ്റ്റുഡൻസിനെ നിങ്ങൾ സെലക്ട് ചെയ്തു, പഠിക്കുന്ന പിള്ളേരെ സെലക്ട് ചെയ്തു. അതിൽ ഒരു 30 ഓരോരുത്തർക്കും സെയിം അളവിൽ തന്നെ 30 വേർഡ്സ് നിങ്ങൾ കൊടുത്തു. റിമെമ്പർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് 30 വേർഡ്സ് കൊടുത്തു. അതുപോലെ അവർക്കൊരു 30 മിനിറ്റ്സ് 30 സെക്കൻഡ്സ് 60 സെക്കൻഡ്സ് സമയം കൊടുത്തു എന്ന് വിചാരിക്കാം. 30 വേർഡ്സും പിന്നെ 60 സെക്കൻഡ്സും കൊടുത്തു എന്ന് വിചാരിക്കും. ഓക്കെ, എന്നിട്ട് ഈ കുട്ടികളെ നിങ്ങൾ 2 ഗ്രൂപ്പാക്കിയിട്ടോ, ഒരു എ ഗ്രൂപ്പും പിന്നെ ബി ഗ്രൂപ്പും, അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 ഗ്രൂപ്പുകളാക്കി. എന്നിട്ട് ഈ എ ഗ്രൂപ്പിനെ ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ കൊണ്ടുപോയി ഇരുത്തി, ഒരു റൂമിൽ, സൈലൻ്റ് ആയിട്ടുള്ള ഒരു റൂമിൽ, അവിടെ നോയ്സൊന്നുമില്ല, അങ്ങനത്തെ ഒരു റൂമിലിരുത്തി. ബി ഗ്രൂപ്പിനെ ഭയങ്കര നോയ്സുള്ള ഒരു റൂമിലിരുത്തി. അങ്ങനെ ഈ 60 സെക്കൻഡ്സ് അവർ കൊടുക്കുകയും ചെയ്തു, ഈ 30 വേർഡ്സും കൊടുത്തു. ആഫ്റ്റർ 60 സെക്കൻഡ്സ് 2 ടീമിൻ്റെയും റിസൾട്ട് പരിശോധിച്ച് നോക്കി. അപ്പോൾ എ റൂമിൽ ഇരുന്ന ആ എ ഗ്രൂപ്പ് പിള്ളേർക്ക് പരമാവധി വേർഡ്സ് അവർ ബൈ ഹാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ബി ഗ്രൂപ്പിനെ അപേക്ഷിച്ച്. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായത്
നല്ല സൈലൻസ് വേണം. ഭയങ്കര നോയ്സ് ആണെങ്കിൽ അത് അവരുടെ ഷോർട്ട് ടേം മെമ്മറീനെ ബാധിക്കുമെന്ന് മനസ്സിലായി. അപ്പോൾ ഇവിടെ നിങ്ങളുടെ കയ്യിലാണ് കൺട്രോള്. അപ്പോൾ നിങ്ങളവിടെ കൺട്രോൾ ചെയ്തിട്ടാണ് അല്ലേ, നിങ്ങളുടെ കയ്യിലാണ് അവിടെ കൺട്രോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒബ്സർവേഷൻസ് നിങ്ങൾ കൺട്രോൾ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ റെക്കോർഡിംഗ് ഓഫ് കൺട്രോൾ ഒബ്സർവേഷൻ ദാറ്റ് മേ ലീഡ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ്, അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് നമ്മൾ പറഞ്ഞല്ലോ നമ്മുടെ സൈലൻസ് അല്ല, ഭയങ്കര ലൗഡ് നോയ്സ് ആണെങ്കിൽ അത് പിള്ളേരുടെ ഷോർട്ട് ടൈം മെമ്മറീനെ ബാധിക്കും എന്നൊക്കെ പറഞ്ഞല്ലോ. അങ്ങനെ പ്രിൻസിപ്പിൾസ് അവിടെ ക്രിയേറ്റ് ചെയ്യാം, തിയറീസ് അവിടെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ജോൺ ഡബ്ല്യു ബെസ്റ്റ് പറഞ്ഞത്. സിസ്റ്റമാറ്റിക് ആൻഡ് ഒബ്ജക്റ്റീവ് അനാലിസിസ് ആൻഡ് റെക്കോർഡിംഗ് ഓഫ് കൺട്രോൾ ഒബ്സർവേഷൻസ് ദാറ്റ് മേ ലീഡ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് ജനറലൈസേഷൻസ്, പ്രിൻസിപ്പിൾസ് ഓർ തിയറീസ്. അതുപോലെ സി ക്രോഫോർഡും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. റിസർച്ച് ഈസ് എ സിസ്റ്റമാറ്റിക് റിസർച്ച് ഫോർ പെർട്ടിനൻറ്റ് ഇൻഫോർമേഷൻ ഓൺ എ സ്പെസിഫിക് ടോപ്പിക് ഓർ പ്രോബ്ലം. സ്ലെസിംഗർ ആൻഡ് സ്റ്റീഫൻസൺ എന്താ പറഞ്ഞത്? റിസർച്ച് ഈസ് ദ മാനിപ്പുലേഷൻ ഓഫ് തിങ്സ്, കൺസെപ്റ്റ്സ് ഓർ സിമ്പിൾസ് ഫോർ ദ പർപ്പസ് ഓഫ് ജനറലൈസിങ് ടു എക്സ്റ്റെൻഡ് കറക്റ്റ് ഓർ വെരിഫൈ നോളജ്. അപ്പോൾ ഇത്രയും ഡെഫിനിഷൻസ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ ക്യാരക്ടറിസ്റ്റിക്സിലോട്ട് കിടക്കാം. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ്, വാലിഡിറ്റി എന്താ പറയുന്നത്? അത് ആക്യുറസി അല്ലേ, നമ്മൾ ആ റിസർച്ചിനെ എത്രത്തോളം ആക്യുറേറ്റ് ആണ്, അതാണ് വാലിഡിറ്റി. ദ എക്സ്റ്റെൻഡ് ടു വിച്ച് ഇറ്റ് മെഷേഴ്സ് വാട്ട് ഇറ്റ് ഈസ് ഇൻറ്റൻഡ് ടു മെഷർ. ഓക്കെ, നമ്മൾ എന്താണോ മെഷർ ചെയ്യാൻ ഉദ്ദേശിച്ചത്, എന്താണോ നമുക്ക് കിട്ടുന്നത് അതന്നെ മെഷർ ചെയ്യുക, അതാണ് അക്യുറേറ്റ് ആയിരിക്കണം നമ്മുടെ റിസൾട്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കിപ്പോൾ വെയിറ്റ് നോക്കണം. അപ്പോൾ നിങ്ങൾ ആക്ച്വൽ വെയിറ്റ് 56 കിലോഗ്രാം ആണെന്ന് വിചാരിച്ചു. നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു വെയിറ്റിംഗ് മെഷീൻ 56 തന്നെ കാണിക്കണം. അപ്പോൾ അങ്ങനെ അക്യുറേറ്റ് ആണ്, അതാണ് വാലിഡിറ്റി. അപ്പോൾ അത് ആ ഒരു റിസർച്ച് ടൂൾ എന്താണെന്ന് പറയാം, വാലിഡാന്ന് പറയാം. Reliability refers to the consistency or stability of measurement over time. അപ്പോൾ ഇന്ന് നിങ്ങൾ ചെക്ക് ചെയ്തതും നാളെ ചെക്ക് ചെയ്താലും മറ്റന്നാൾ ചെക്ക് ചെയ്താലും ഒക്കെ സെയിം റിസൾട്ട് തന്നെ കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാം, റിലയബിൾ ആണെന്ന് പറയാം. ഇപ്പോൾ നേരത്തെ കേസിൽ തന്നെ നമ്മൾ നമ്മുടെ വെയിറ്റ് മെഷർ ചെയ്യാണ് യൂസിങ് എ വെയിറ്റിംഗ് ടേബിൾ. അപ്പോൾ ആ ഒരു വെയിറ്റിംഗ് മെഷീനുമ്പോൾ കയറി നിന്നു. അപ്പോൾ ആക്ച്വൽ വെയിറ്റ് 56 ആണ്, പക്ഷെ അതിൽ കാണിക്കുന്നത് 50 ആണെന്ന് വെച്ചോ. പിറ്റേ ദിവസം 50, പിന്നെ ചെക്ക് ചെയ്തപ്പോഴും 50. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പറയാം അത് റിലയബിളാണ്, പക്ഷെ എന്തല്ല, വാലിഡ് അല്ല. ഇവിടെ കിട്ടിയോ, 50 ആണ് കാണിക്കുന്നത്, കൺസിസ്റ്റൻ്റ് ആയിട്ട് മൂപ്പരാൾ ആ ഒരു റിസൾട്ട് കാണിക്കുന്നുണ്ട്, പക്ഷേ ഇത് തെറ്റാണ്, എൻ്റെ ആക്ച്വൽ വെയിറ്റ് 56 ആണല്ലോ. ഓക്കെ, അപ്പോൾ അത് വാലിഡ് അല്ല, പക്ഷെ റിലയബിൾ ആണ്. ഇനി അതുപോലെ ജനറലൈസബിലിറ്റി, പേര് പോലെ തന്നെ ജനറലൈസ് ചെയ്യാൻ പറ്റണം. അതായത് എക്സ്റ്റെൻഡ് ടു വിച്ച് റിസർച്ച് ഫൈൻഡിങ് ക്യാൻ ബി അപ്ലൈഡ് ടു ലാർജർ പോപ്പുലേഷൻ ബിയോണ്ട് ദ സാമ്പിൾ സ്റ്റഡി. നമ്മൾ റിസർച്ച് ചെയ്യുക ഒരു സാമ്പിളിന് സാമ്പിൾ എടുത്തിട്ടാണല്ലോ, അത് നമുക്ക് ലാർജ് പോപ്പുലേഷനിലും കൂടി അത് വർക്ക് ചെയ്യിക്കാൻ പറ്റണം. Next, precision. Precision refers to the degree of exactness or closeness of the repeated measures. അപ്പം നമുക്ക് കിട്ടുന്ന മെഷർ എത്രത്തോളം പ്രിഷ്യസ് ആണ്, അല്ല എത്രത്തോളം എക്സാക്റ്റ് ആണ് നോക്കുന്നത്. ഏകദേശം നമ്മുടെ വെയിറ്റ് 56 ആണല്ലോ, പക്ഷേ ഏകദേശം 55.9 ഒക്കെ കിട്ടുകയാണെങ്കിൽ ഓക്കെ, അത് പ്രിസിഷൻ. അപ്പോൾ ഡിഗ്രി ഓഫ് എക്സാക്ട്നെസ് ഓർ ക്ലോസ്നെസ്, അതിനെയാണ് പ്രിസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ സിസ്റ്റമാറ്റിക് പ്രോസസ്സാണ്, ലോജിക്കൽ ആൻഡ് റേഷണൽ, ഒബ്ജക്റ്റീവ് ആണ്, അല്ലേ, നമ്മൾ ആ ഫൈൻഡിങ്സ് ഒക്കെ ആ ഫാക്റ്റ് ആൻഡ് എവിഡൻസിനെ ബേസ് ചെയ്തിട്ടാണ്, അല്ലാണ്ട് നമ്മുടെ ഇഷ്ടപ്രകാരമൊന്നുമല്ല. എംപിരിക്കൽ എവിഡൻസ്, ഡാറ്റ കളക്ട് ചെയ്യുന്നത് ഒബ്സർവേഷൻ, എക്സ്പെരിമെൻറ്റേഷൻ ആൻഡ് മെഷർമെൻറ്റ് വഴിയാണ്. ക്രിറ്റിക്കൽ ആൻഡ് അനാലിറ്റിക്കൽ. ഓക്കെ, പിന്നെ വാലിഡിറ്റി, ജനറലൈസബിലിറ്റി, പിന്നെ അത് പ്രോബ്ലം സോൾവിങ് ഓറിയൻറ്റേഷൻ, പിന്നെ സൈക്ലിക്കലാണ്, സോഷ്യൽ റിലവൻസ്. ഇത്തരം കാര്യങ്ങളൊക്കെ, ഇത്തരം ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അതിന് വരുന്നത്. ഇനി നമുക്ക് മേജർ ടൈപ്പ് ഓഫ് റിസർച്ച് നോക്കാം. ഫണ്ടമെൻ്റൽ റിസർച്ച്. ഇപ്പോൾ ഫണ്ടമെൻ്റൽ റിസർച്ച് മോസ്റ്റ്ലി നമ്മൾ കോളേജ് സ്റ്റുഡൻസ് ഒക്കെ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്.
എന്താ ബേസിക് റിസർച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ആ ഒരു നോളജ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന റിസർച്ച് ആണെങ്കിൽ അതിന് നമുക്ക് ബേസിക് റിസർച്ച് എന്ന് പറയാം. ലൈക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ യൂണിവേഴ്സ് എങ്ങനെ എമർജ് ചെയ്യുന്നു എന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ടുള്ള റിസർച്ച് ഇപ്പോൾ ഓൾറെഡി എക്സിസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ കണ്ടെത്തുന്നു, അത്രയല്ലേ ഉള്ളൂ. ഇപ്പോൾ ന്യൂ നോളജ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ആ തിയററ്റിക്കൽ നോളജ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് പ്രാക്ടിക്കലായിട്ടുള്ള ആപ്ലിക്കേഷൻ ഉണ്ടാവില്ല. അതിന് ഫ്യൂച്ചറിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. അപ്പോൾ ആ കാര്യം. അപ്ലൈഡ് റിസർച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്പെസിഫിക് പ്രാക്ടിക്കൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ എക്സാമ്പിൾ ഒരു ഫുഡ് കമ്പനി എടുക്കാം. ഫുഡ് കമ്പനി അവരുടെ ആ ഒരു കമ്പനി കൂടുതലൊന്ന് ഇമ്പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരൊരു റിസർച്ച് നടത്താണ്. ഇങ്ങനെ ന്യൂ ഫ്ലേവറിലുള്ള ഒരു ഹെൽത്തി സ്നാക്ക് എന്നിട്ട് ടീനേജേഴ്സിന് വേണ്ടിയിട്ട് ന്യൂ ഫ്ലേവറിലുള്ള ഒരു ഹെൽത്തി സ്നാക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിസർച്ച്. അതാണ് എന്ത് അപ്ലൈഡ് റിസർച്ച്. അതായത് അവർ എക്സിസ്റ്റിംഗ് നോളജ് ദേ ആർ അപ്ലൈ ടു സോൾവ് എ സ്പെസിഫിക് മാർക്കറ്റ് പ്രോബ്ലം. ഓക്കെ, ഇതാണ് അപ്ലൈഡ് റിസർച്ച്. ദെൻ ആക്ഷൻ റിസർച്ച് കണ്ടക്റ്റഡ് ടു ഇംപ്രൂവ് ദ പ്രാക്ടീസ് ഇൻ റിയൽ ടൈം. ആക്ഷൻ റിസർച്ച് ഓൾമോസ്റ്റ് ഫെമിലിയർ ആണല്ലേ. ഇപ്പോൾ ലേണിംഗ് ബൈ ഡൂയിങ് വരുന്നത് ഈ ആക്ഷൻ റിസർച്ചിലാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളൊരു ടീച്ചറാണ്. ഇപ്പോൾ കുറച്ച് സ്റ്റുഡൻസ് ഇപ്പോൾ മോർണിംഗ് ക്ലാസ് വെക്കുന്നു. 10ാം ക്ലാസ്സിലാണെങ്കിൽ എപ്പോഴും ഉണ്ടാവില്ല മോർണിംഗ് ക്ലാസ്. അപ്പോൾ 5 സ്റ്റുഡൻസ് എപ്പോഴും ലേറ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് ഫിക്സ് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ ആദ്യം പ്ലാൻ ചെയ്യും അല്ലേ. പ്ലാൻ ചെയ്യാതെ ഇങ്ങനെ ഈ ക്ലാസ് ഭയങ്കര ഫണ്ണായിട്ടുള്ള ഒരു 5 മിനിറ്റ് മോർണിംഗ് എന്തെങ്കിലും ഒരു ഗെയിം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. എന്നിട്ട് വിന്നറിന് ഒരു സ്മോൾ പ്രൈസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഈ പ്രൈസ് കിട്ടാൻ വേണ്ടിയിട്ടെങ്കിലും പിള്ളേർ വരുമല്ലോ. എന്നിട്ട് നിങ്ങളത് മൺഡേ തൊട്ടിട്ട് കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്യാണ്. എന്നിട്ട് നിങ്ങൾ ഒബ്സർവ് ചെയ്യാണ് ഈ എത്ര സ്റ്റുഡൻസ് പിന്നെ ഓരോ ഡേ ആ ഒരു വീക്കിൽ എത്ര സ്റ്റുഡൻസ് ഇങ്ങനെ ലേറ്റായിട്ട് വരുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ റെക്കോർഡ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് നോക്കിയപ്പോൾ പിന്നീട് ആ ഒരു വീക്കിൽ ഒരു കുട്ടിയാണ് ലേറ്റായിട്ട് വരുന്നത്. പക്ഷെ ഗെയിം വർക്ക്ഡായി മനസ്സിലായി. പക്ഷെ പ്രൈസ് ഇങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ പ്രൈസ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ വെരി എക്സ്പെൻസീവ് ആണ്. ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യും, വീണ്ടും റിവൈസ് ചെയ്യും. ആ പ്ലാനിൽ നിന്ന് റിവൈസ് ചെയ്യും. ലൈക്ക് ആ പ്രൈസ് ബോണസ് പോയിൻ്റ് ആക്കി മാറ്റുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ പ്രോബ്ലം സോൾവ് ചെയ്തു. പിന്നെ അത് സൈക്ലിക്കലാണ്. നിങ്ങൾ വീണ്ടും ആ പ്ലാന് വീണ്ടും റിവൈസ് ചെയ്യുന്നു, പിന്നെയും ചെയ്യുന്നു. ഓക്കെ, അടുത്ത രണ്ടെണ്ണമാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ചും ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചും. ഈ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഇറ്റ്സ് എ നമ്പർ ബേസ്ഡ് ആണ്. ന്യൂമറിക്കൽ ഡാറ്റ ലൈക്ക് നമ്മൾ സർവേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്പേഴ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. പിന്നെ ക്വാളിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് നമ്പർ ബേസ്ഡ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പുതിയൊരു ന്യൂ സ്കൂൾ കഫ്റ്റേരിയ മെനു അതാണ് നിങ്ങൾ റിസർച്ച് ചെയ്യണമെന്ന് വിചാരിക്കാം. വിസ ഉണ്ട്, ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിലാണെങ്കിൽ നിങ്ങൾക്ക് അതായത് നമുക്ക് മെഷർ കൗണ്ട് സംതിങ്. ഇപ്പോൾ നമ്മൾ 200 സ്റ്റുഡൻസിനെ പിക്ക് ചെയ്തു സർവേ നടത്താണ്. അവരോട് ആ ഒരു കഫ്റ്റീരിയയിൽ ന്യൂ പിസ്സ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് 1 to 10 എത്ര നിങ്ങൾ റേറ്റ് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ അതിൽ 85% സ്റ്റുഡൻസ് പിസയ്ക്ക് ഒരു 8 ഓർ ഹയർ മാർക്ക് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ സർവേ നടത്തി, പിന്നെ എക്സ്പെരിമെൻ്റ് അത് ഉപയോഗിച്ചിട്ട് നിങ്ങളത് ഒരു ചാർട്ട് ഉണ്ടാക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ആ റിസർച്ചിൽ എന്ത് വന്നു, ഇതിൽ നമ്പേഴ്സ് ബേസ്ഡ് അല്ലേ, സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ കയറി വന്നു. അതാണ് ക്വാണ്ടിറ്റേറ്റീവ്. ഇനി ക്വാളിറ്റേറ്റീവ് ആണെങ്കിൽ നിങ്ങൾ ഇതുപോലെ സർവേ ഒന്നും നടക്കുന്നില്ല, പകരം ഒരു 5 പേരോട് ചോദിച്ചു, എന്നിട്ട് അവരോട് ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു. നിങ്ങൾക്ക് ആ ഒരു കഫ്റ്റേരിയയിൽ ആ പിസ്സ തിന്നപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തത്, ഈറ്റിംഗ് ഇൻ കഫ്റ്റേരിയ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറയുകയാണ്. അപ്പോൾ ചിലർ പറഞ്ഞു അത് ഭയങ്കര ടു ലൗഡാണ്, ചിലർ പറഞ്ഞു പിസ്സ ഞങ്ങൾ നല്ലോണം എൻജോയ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറെൻറ്റ് അല്ലേ. അപ്പോൾ അവിടെ
ചോദ്യങ്ങൾ ചോദിക്കുന്നു, അപ്പോൾ അവിടെ ഒബ്സർവേഷൻസ് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അവിടെ ക്വാണ്ടിറ്റി വരുന്നില്ല. ഓക്കെ, ജസ്റ്റ് ലൈക്ക് ഇൻ്റർവ്യൂസ്, ഒബ്സർവേഷൻസ്, നെറേറ്റീവ്സ്, അതൊക്കെയാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ വരുന്നത്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, പിന്നെ വരുന്നതാണ് കേസ് സ്റ്റഡി റിസർച്ച്. കേസ് സ്റ്റഡി അറിയാലോ. ഇപ്പോൾ നമ്മൾ കേസ് സ്റ്റഡിയിൽ നമ്മൾ ഒരു ഒരു ചെറിയൊരു പോർഷൻ മാത്രമാണ് എടുക്കുന്നത് കേസ് സ്റ്റഡിയിൽ. അത് എന്നിട്ട് അതിൻ്റെ ഡീപ്പറായിട്ട് കാര്യങ്ങൾ കൂടുതൽ പഠിക്കും. 1 പേഴ്സൺ ആവാം, അല്ലെങ്കിൽ 1 ഗ്രൂപ്പ് ആവാം, 1 ഇവൻ്റ് ആവാം. എന്നിട്ട് അതിൻ്റെ ഇൻ ഡെപ്ത് ഡീറ്റെയിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതാണ് കേസ് സ്റ്റഡി റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വരുന്നതാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച്. എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, അതിപ്പോൾ നമുക്ക് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് കാര്യമായിട്ടൊന്നും അറിയില്ല. നമ്മൾ നോ എക്സിസ്റ്റിംഗ് ഡാറ്റ, നമ്മളവിടെ എന്ത് ചെയ്യുന്നു, എന്നിട്ട് റിസർച്ച് നടത്തി നമ്മൾ പുതിയ ഹൈപ്പോത്തസിസ് ഉണ്ടാക്കണം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഓൺലൈനിൽ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ താമസിക്കുന്ന ആ ഏരിയയിൽ നിങ്ങളുടെ കയ്യിൽ ഫുഡ് ഡെലിവറി ആപ്പിൽ 20 ഡിഫറെൻറ്റ് റെസ്റ്റോറൻറ്റ്സ് കണ്ടു. പക്ഷേ ആ ഒരു സ്ട്രീറ്റിൽ കൂടെ നടന്നു പോകുമ്പോൾ ഈ സാധനങ്ങളൊന്നും അവിടെ ഇല്ല. ന്യൂ ബിൽഡിങ്സോ സൈനോ ഒന്നും അവിടെ കാണുന്നില്ല. നോ ടേബിൾ, നോ വെയിറ്റ്, നോ ഫിസിക്കൽ മെനൂസ് ഒന്നുമില്ല. അപ്പോൾ നിങ്ങളത് കണ്ടെത്താൻ, റിസർച്ച് ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു ഡാറ്റയില്ല, നോ എക്സിസ്റ്റിംഗ് ഡാറ്റ, ഒരു ബുക്കും ഇല്ല, പ്രീവിയസ് സ്റ്റഡീസോ ഒന്നുമില്ല. നിങ്ങളുടെ ഗോൾ എന്താ? ഇത് കണ്ടെത്തണം. യു ആർ ജസ്റ്റ് ട്രൈങ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ദിസ്. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെ തുടങ്ങും? നിങ്ങൾ ചിലപ്പോൾ ഡെലിവറി ചെയ്യുന്നവർ, ഡെലിവറി ഡ്രൈവേഴ്സിനെ ഒരാളെ മീറ്റ് ചെയ്യുന്നു. ദെൻ അവരോട് നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയല്ല ചെയ്യാം. കുറച്ച് ഡെലിവറി ആൾക്കാരുമായിട്ടൊന്ന് നോക്കി അവരോട് ചോദിച്ച് പിന്നീട് അങ്ങനെ ഒബ്സർവ് ചെയ്ത് കാര്യങ്ങൾക്ക് എത്തുന്നു. ഇപ്പോൾ ലാസ്റ്റ് നിങ്ങൾ കണ്ടെത്തി ഇതൊരു വലിയൊരു കമ്പനി നടത്തുന്നതാണ്. അങ്ങനെ ജസ്റ്റ് ലാസ്റ്റ് നിങ്ങൾ ആൻസർ ഒന്ന് കണ്ടെത്തും അല്ലേ. ചിലപ്പോൾ ഒരു ഓൾഡ് വെയർ ഹൗസിൻ്റെ ബാക്കിലായിരിക്കാം ഈ ഒരു ഫുഡൊക്കെ ഹാൻഡ് ഓവർ ചെയ്യുന്നത്. അങ്ങനെ ഒന്ന് നിങ്ങൾ ലാസ്റ്റ് ഒരു ഫൈൻഡിങ്ങിലെത്തും. അപ്പോൾ ഇതാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച്. ദെൻ empirical research based on the direct observation or experimentation. ഡയറക്റ്റ് ഒബ്സർവേഷനിൽ നിന്ന് കിട്ടുന്നത്. പാർട്ടിസിപ്പേറ്ററി റിസർച്ച് എന്ന് വെച്ചാൽ പാർട്ടിസിപ്പൻ്റായിട്ട് നമ്മൾ അതിൽ ആക്റ്റീവ് ആവുക, ഇൻവോൾവ്സ് പാർട്ടിസിപ്പൻസ് ആക്റ്റീവ്ലി ഇൻ ദ റിസർച്ച് പ്രോസസ്. ഇനി ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്, അതിൻ്റെ കുറച്ച് കാറ്റഗറീസാണ്. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. എന്താ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് പറയുന്നത്? ഡിസ്ക്രിപ്റ്റീവ് പേര് കേട്ടാൽ തന്നെ അറിയാം അല്ലേ. ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക, ഇത്ര തന്നെ. അപ്പോൾ ഇതിൽ എന്ന് വെച്ചാൽ ഇപ്പം എന്താ നടക്കുന്നത് ഒരു കാര്യം മാത്രം, കൂടുതൽ അതെന്തുകൊണ്ട് നടന്നു എന്നോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ സെൻസസ് എടുക്കുന്നത് നമ്മൾ ലിറ്റററി റേറ്റ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മാത്രം, അല്ലാണ്ട് അവരെങ്ങനെ ഇലിറ്ററേറ്റ് ആയിട്ടുള്ള ആൾക്കാർ അവിടെ വന്നു അങ്ങനെ കാര്യങ്ങളൊന്നും ചകഞ്ഞ് കണ്ടെത്തുന്ന പരിപാടിയൊന്നുമില്ല. വാട്ട് ഹാപ്പനിങ് റൈറ്റ് നൗ, ആ ഒരു കാര്യം. ഇപ്പോൾ 100 സ്റ്റുഡൻസിൻ്റെ ഒരു സർവേ, അതിൻ്റെ ഫോർ എക്സാമ്പിൾ പറയുകയാണ്, 100 സ്റ്റുഡൻസിൻ്റെ ഒരു സർവേ, അതിൻ്റെ ഒരു ആവറേജ് ആയിട്ട് നിങ്ങൾ സർവേ ചെയ്യുന്നത് അവരുടെ സ്ലീപ്പിംഗ് ടൈമാണ്. സ്ലീപ്പ് 6 hours പെർ നൈറ്റ് എന്ന് കിട്ടി. ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഡാറ്റ ഒന്ന് റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. ഇത് മാത്രമേ ഉള്ളൂ. അതെന്തുകൊണ്ട് അവർ 6 hours മാത്രം ഉറങ്ങുന്നു, അങ്ങനെയൊന്നും ചോദ്യങ്ങളില്ല. അതാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് കോറിലേഷൻ റിസർച്ച്. കോറിലേഷൻ എന്ന് വെച്ചാൽ ഒരു കണക്ഷൻ, 2 വേരിയബിൾസ് തമ്മിൽ എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും. 2 or more വേരിയബിൾസ്. നമ്മളത് മാനിപ്പുലേറ്റ് ഒന്നും ചെയ്യുന്നില്ല. അതായത് ഒരു കാര്യം നടന്നതുകൊണ്ടാണ് മറ്റേ കാര്യം നടന്നത്, അങ്ങനെ വല്ല കണക്ഷൻ ഉണ്ടോ എന്ന് നോക്കുന്നു. ഈ സ്റ്റഡി അവേഴ്സും എക്സാം സ്കോറും തമ്മിൽ വല്ല റിലേഷൻ ഉണ്ടോ എന്ന് പഠിക്കുന്നത് പോലെ. ചിലപ്പോൾ രണ്ടും റിലേഷൻ ഉണ്ടാവില്ല, ചുവടെ റിലേഷൻ ഉണ്ടല്ലോ. സ്റ്റഡി അവേഴ്സ് കൂടുന്നതിനനുസരിച്ച് എക്സാം സ്കോർ കൂടെ പോകും
കൂടുകയാണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും, കുറയുകയാണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും, അങ്ങനെ. ഓക്കെ, അതാണ് കോറിലേഷൻ റിസർച്ച്. കണക്ഷൻ ഉണ്ടായിരിക്കാം. നെക്സ്റ്റ് എക്സ്പാക്റ്റോ റിസർച്ച് എന്താണെന്ന് നോക്കാം. അതായത് ഓൾറെഡി ഹാപ്പൻഡ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് ആ ഇവൻറ്റിനെ ആണ്, അതായത് ആ ഒരു ഇവൻറ്റിനെ പിന്നീട് റിസർച്ച് ചെയ്യുന്നത് കനോട്ട് ചേഞ്ച് ഓർ മാനിപ്പുലേറ്റ് ദ സിറ്റുവേഷൻ. എന്നിട്ട് എന്താ അവർ ആ ഡാറ്റയിലേക്ക് നോക്കുന്നു ടു ഫൈൻഡ് എ കോസ്. കോസ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അതാണ് എക്സ്പോസ്ഡ് ഫാക്ടോ റിസർച്ച് എന്ന് വെച്ചാൽ. അപ്പോൾ അവിടെ മാനിപ്പുലേഷനൊന്നും ഇല്ല കേട്ടോ, എക്സിസ്റ്റിംഗ് ഡിഫറൻസ് ആണ് അവിടെ സ്റ്റഡി ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അർബൻ ആൻഡ് റൂറൽ സ്കൂൾസിലത്തെ സ്റ്റുഡൻസിൻ്റെ അക്കാദമിക് പെർഫോമൻസ് ആണ് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ അക്കാദമിക് പെർഫോമൻസ് കമ്പയർ ചെയ്യണം അർബൻ ആൻഡ് റൂറൽ സ്റ്റുഡൻസിൽ. അപ്പോൾ ഇവിടെ ഈ പിള്ളേർ ഓൾറെഡി അർബൻ സ്കൂളുകളിൽ പഠിക്കുന്നവരാവാം, അല്ലെങ്കിൽ റൂറൽ സ്കൂളിൽ പഠിക്കുന്നവരാവാം. ഓക്കെ, ആ റൂറൽ ഏരിയയിൽ ജീവിക്കുന്ന പിള്ളേർ അല്ലെങ്കിൽ അർബൻ ജീവിക്കുന്ന പിള്ളേരാണ്. അല്ലാണ്ട് നിങ്ങൾക്ക് ഒരു കുട്ടീനെ പിടിച്ചിട്ട് എന്നിട്ട് ആ വില്ലേജ് ഏരിയ അല്ലെങ്കിൽ സിറ്റി ഏരിയയിൽ കൊണ്ടുപോയി ഇട്ടിട്ട് എക്സ്പെരിമെൻറ്റ് നടത്താൻ പറ്റത്തില്ല. നോ മാനിപ്പുലേഷൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഫൈനൽ എക്സാം സ്കോർസ് എടുക്കുന്നു. 500 സ്റ്റുഡൻസിൻ്റെ അക്കാദമിക് പെർഫോമൻസിൽ തപ്പുന്നത് 500 സ്റ്റുഡൻസിൻ്റെ സ്കോർസ് നിങ്ങൾ എടുക്കുന്നു. എന്നിട്ട് ആ സ്കൂൾ ലൊക്കേഷൻ വെച്ചിട്ട് നിങ്ങൾ അർബൻ ആൻഡ് റൂറൽ സ്കൂൾസ്, അങ്ങനെ റൂറൽ സ്കൂൾ ലൊക്കേഷൻ വെച്ചിട്ട് നിങ്ങൾ അവരെ കാറ്റഗറൈസ് ചെയ്യുന്നു. എന്നിട്ട് അവരെ തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്യുന്നു. അപ്പോൾ അർബൻ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഏകദേശം 85% ആൻഡ് റൂറൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 78% കിട്ടിയെന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെ കിട്ടി. ഇപ്പോൾ നിങ്ങൾ പിന്നെ നോക്കുന്നു വൈ ദിസ് ഹാപ്പൻഡ്. അപ്പോൾ എഫക്റ്റ് അവിടെ ഇനി അതെങ്ങനെയാണ് സംഭവിച്ചത്, വൈ ദിസ് ഹാപ്പൻഡ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടി എന്ത്, അർബൻ സ്കൂളുകളിൽ ഗവൺമെൻറ് റിസർച്ച് എന്ന് പറഞ്ഞാൽ എക്സ്പെരിമെൻറ്റ് നമ്മൾ അറിയുന്ന പോലെ തന്നെയാണല്ലോ, ഒരു ലാബ് പോലെയാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഒരു സ്കൂളിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇന്നത്തെ എക്സാമ്പിൾ വേണ്ട, നമ്മളിപ്പോൾ വേറെ പറയാം. മാനിപ്പുലേറ്റിംഗ് വേരിയബിൾസ്, അതായത് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റണം, നമ്മളുടെ കൺട്രോളിലായിരിക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു മാത്ത് ഹീറോ ആപ്പ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ആപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, ന്യൂ മാത്ത് ഹീറോ ആപ്പ്. അത് ടെസ്റ്റ് സ്കോർ ഇമ്പ്രൂവ് ചെയ്യോ ഇല്ലയോ എന്നാണ് നിങ്ങൾക്ക് അറിയേണ്ടത്. അപ്പോൾ നിങ്ങളൊരു ക്ലാസ്സിൽ നിന്ന് 40 സ്റ്റുഡൻസിന് എടുത്തു. എന്നിട്ട് അവരുടെ പേരൊക്കെ ഒരു ഹാറ്റിൽ, ഒരു തൊപ്പിയിൽ എഴുതിയിട്ടു. എന്നിട്ട് അതിങ്ങനെ കുലുക്കി അതിൽ നിന്ന് ആദ്യം എടുക്കുന്ന 20 നെയിംസ് വരുന്ന പിള്ളേരെ ഒരു ഗ്രൂപ്പ് ചെയ്യുന്നാക്കി. നെക്സ്റ്റ് 20 പിള്ളേരെ ഗ്രൂപ്പ് ബി ആക്കി. ഓക്കെ, എന്നിട്ട് ഗ്രൂപ്പ് എക്ക് ആപ്പ് കൊടുത്തു, ഗ്രൂപ്പ് എക്ക് നമ്മൾ ആപ്പ് കൊടുത്തു, ആൻഡ് ഗ്രൂപ്പ് ബിക്ക് നമ്മൾ ടെക്സ്റ്റ് ബുക്സ് ആയിട്ട് കൊടുത്തു. ഓക്കെ, ടെക്സ്റ്റ് ബുക്സ് കൊടുത്തു. അപ്പോൾ ഇവിടെ നിങ്ങളാണ് കൺട്രോൾ ചെയ്തത്, നിങ്ങൾ ആ ഒരു വേരിയബിൾസ് നിങ്ങളാണ് മാനിപ്പുലേറ്റ് ചെയ്തത്. ഓക്കെ, സ്മാർട്ട് സ്റ്റുഡൻസ് ഉണ്ടാവാം, സ്ട്രഗ്ലിംഗ് സ്റ്റുഡൻസ് ഉണ്ടാവാം, ബോയ്സ് ആൻഡ് ഗേൾസ്. 2 ഗ്രൂപ്പുകളിലും എങ്ങനെ വേണമെങ്കിലും വരാം. അങ്ങനെ ഗ്രൂപ്പ് എ ബെറ്റർ ആയിട്ട് മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം ആപ്പ് യൂസ്ഫുള്ളായി എന്നുള്ളത്. ഓക്കെ, പിടികിട്ടി. അതാണ് നമ്മുടെ എക്സ്പെരിമെൻ്റ് റിസർച്ച്. നമ്മളവിടെ മാനിപ്പുലേറ്റിംഗ് വേരിയബിൾ. മറ്റേ എക്സ്പോസ് ഫാക്റ്റുവലാണെങ്കിൽ ഓൾറെഡി നടന്നു കഴിഞ്ഞ കാര്യമാണ്. പിന്നെ അവിടെ നമ്മൾ മാനിപ്പുലേഷനൊന്നും നടക്കുന്നില്ല, നിർത്തേണ്ട കാര്യമില്ല, കാരണം ഓൾറെഡി കഴിഞ്ഞ കാര്യങ്ങളാണല്ലോ. പിന്നെ അതിൻ്റെ കോഴ്സ് മാത്രമേ നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നുള്ളൂ. ക്വാസി എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ മറ്റൊരു കാര്യമുണ്ട്. ക്വാസി എക്സ്പെരിമെൻ്റിൽ പോലെ തന്നെയാണ്, പക്ഷേ ഇവിടെ നമ്മൾ റാൻഡംലി സെലക്ട് ചെയ്യത്തില്ല. മറ്റേതിൽ നമ്മൾ റാൻഡംലി ആണ്, അല്ല ഹാറ്റ് ഉപയോഗിച്ചിട്ടാണ് ആൾക്കാരെ സെലക്ട് ചെയ്തത്. ഇവിടെ അങ്ങനെ അല്ല, അവിടെ ഓൾറെഡി ഗ്രൂപ്പുകളുണ്ട്. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ പറയുകയാണെങ്കിൽ മാത്ത് ഹീറോ ആപ്പ് വർക്ക് ചെയ്യോ ഇല്ലയോ എന്നുള്ള ചെക്ക് ചെയ്യണം. അപ്പോൾ എന്നിട്ട് നെയിംസ് എഴുതിയിട്ടിട്ടല്ല എടുക്കുന്നത്. സ്റ്റുഡൻസ് ഇപ്പോൾ മാത്ത് ഹീറോ ആപ്പ് വർക്ക് ചെയ്യുന്നത് 2 സ്കൂളുകൾ എടുക്കുകയാണ്. ഇപ്പോൾ ഒരു സ്കൂൾ എക്സ് ഉണ്ട്, ഒരു സ്കൂൾ വൈ, ഇങ്ങനെ 2 സ്കൂളുകൾ എടുക്കുകയാണ്. ഇവിടെ ഓൾറെഡി ഇങ്ങനെ 2 സ്കൂളുകൾസ് ഉണ്ട്. ഈ എക്സ് സ്കൂളുകളിൽ ആപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി ആ ഒരു ആപ്പ് അവരുടെ സ്റ്റുഡൻസിന് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. സ്കൂൾ വൈയിലില്ല. അപ്പോൾ ഓൾറെഡി അവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. പിന്നെ നമ്മൾ അതിന് റാൻഡംലി സെലക്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, പിടി കിട്ടിയല്ലോ.
അപ്പം അതാണ് ക്വാസി എക്സ്പെരിമെൻ്റ്. പക്ഷെ അവിടെ പ്രോബ്ലം വരും, പിള്ളേർ പഠിക്കുകയോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ലല്ലോ. സ്കോഴ്സ് കമ്പയർ ചെയ്യാം, പക്ഷെ അത് 100% ഷുവർ ആവില്ല ആപ്പാണ് അതിൻ്റെ കാരണം എന്ന്. ചിലപ്പോൾ ഈ സ്കൂൾ എക്സ് ഭയങ്കര നല്ല ബെറ്റർ ഫെസിലിറ്റീസ് ഉള്ളതായിരിക്കാം. ചിലപ്പോൾ സ്കൂൾ വൈകി ക്ലാസ് ടൈം ഒക്കെ വളരെ കുറവായിരിക്കാം. അങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി ക്വാളിറ്റേറ്റീവ് റിസർച്ച് ചെയ്ത കാര്യങ്ങൾ നോക്കാം. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഇതൊക്കെ നോക്കി വെക്കണം. എത്തനോഗ്രാഫി ഈ വേർഡൊക്കെ ഒന്ന് പഠിച്ചു വെച്ചോളൂ കേട്ടോ. എത്തനോഗ്രാഫി എന്ന് പറഞ്ഞാൽ നമ്മൾ വില്ലേജിൽ ലീവ് ചെയ്ത് ടു സ്റ്റഡി ദ ടീച്ചിങ് ട്രഡീഷൻസ്. അവിടെ നിന്നുകൊണ്ട് അവർക്കിടയിൽ നിന്നുകൊണ്ട് അവിടുത്തെ ടീച്ചിങ് ട്രഡീഷൻസ് സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ അത് എത്തനോഗ്രാഫി. ആൻഡ് ഫെനോമിനോളജി എന്ന് വെച്ചാൽ ഫോക്കസ് ഓൺ lived experiences and their essence. ലൈവ് എക്സ്പീരിയൻസിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. എങ്ങനെയാണ് മാത്തമാറ്റിക്സ് ഓൺലൈനിൽ പഠിക്കുമ്പോൾ സ്റ്റുഡൻസ് എങ്ങനെ ഫീൽ ചെയ്യുന്നു അത് എക്സ്പ്ലോർ ചെയ്യുകയാണെങ്കിൽ ഫിനോമിനോളജി ആണ്. ഓക്കെ, ഗ്രൗണ്ടഡ് തിയറി വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രൗണ്ടഡ് തിയറി എന്ന് പറഞ്ഞാൽ തിയറി, ഓക്കെ, ഡാറ്റയിൽ നിന്ന് ഡയറക്റ്റ്ലി നമ്മൾ തിയറി ബിൽഡ് ചെയ്യണത്. ന്യൂ കരിക്കുലം എങ്ങനെയാണ്, ഹൗ ടീച്ചേഴ്സ് അഡാപ്റ്റ് ടു ന്യൂ കരിക്കുലം, ഡെവലപ്പിംഗ് എ തിയറി. ഓക്കെ, ദെൻ നറേറ്റീവ് റിസർച്ച് എക്സാമിൻസ് പേഴ്സണൽ സ്റ്റോറീസ് ആൻഡ് ലൈഫ് ഹിസ്റ്ററീസ്, അല്ലേ, നറേഷൻ പോലെ എഴുതുന്നത്. ഓക്കെ, ഡോക്യുമെൻറ്റിംഗ് ദ കരിയർ ജേർണി ഓഫ് മാത്തമാറ്റിക്സ് ടീച്ചർ ആണെങ്കിൽ അതൊരു നറേറ്റീവ് റിസർച്ചാണ്. കേസ് സ്റ്റഡി റിസർച്ച്, അതായത് കേസ് സ്റ്റഡി നമ്മൾ മുന്നേ പഠിച്ചല്ലോ, ഒരാളെ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഇവൻറ്റിനെ മാത്രം ഫോക്കസ് ചെയ്ത് അതിൻ്റെ ഇൻഡെപ്ത് അനാലിസിസ് ഒക്കെ എടുക്കുന്നതാണ് കേസ് സ്റ്റഡി. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, അതിൽ സ്കൂളിനെ അപ്രോച്ച്, ഒരു സ്കൂൾ എടുത്തു, ആ സ്കൂൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ എങ്ങനെയാണ് അത് അനലൈസ് ചെയ്യുന്നത്, അതൊരു കേസ് സ്റ്റഡി. ഓക്കെ, പിന്നെ വരുന്ന 2 ടേംസും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ്. ഇൻഡക്റ്റീവ് അറിയാമെന്ന് വിചാരിക്കുന്നു. ഒബ്സർവേഷനിൽ നിന്ന് ജനറൽ തിയറിയിലോട്ട് മൂവ് ചെയ്യുന്നതാണ് ഇൻഡക്റ്റീവ്. ഡിഡക്റ്റീവ് എന്ന് വെച്ചാൽ ഡിഡക്റ്റ് ചെയ്തെടുക്കുക, അതായത് ജനറൽ തിയറിയിൽ നിന്ന് നമ്മളിങ്ങനെ ഡിഡക്റ്റ് ചെയ്തിട്ട് ടെസ്റ്റ് വിത്ത് സ്പെസിഫിക് ഡാറ്റ. ജനറൽ തിയറിയിൽ നിന്ന് നമ്മളൊരു സ്പെസിഫിക് ഒബ്സർവേഷനിലേക്ക് എത്താം. ഓക്കെ, അങ്ങോട്ടും തിരിഞ്ഞു എടുക്കുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഇൻഡക്റ്റീവ് അറിയാലോ, ഒബ്സർവേഷനിൽ നിന്ന് ജനറൽ തിയറിയിലേക്ക് പോകുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ടീച്ചറിനെ ഇൻ്റർവ്യൂ ചെയ്യുന്നു, എന്നിട്ട് ആ ഒരു ക്ലാസ് റൂം മാനേജ്മെൻറ്റ് ഡെവലപ്പ് എ തിയറി ഓഫ് ക്ലാസ് റൂം മാനേജ്മെൻറ്റ്. ഇപ്പോൾ ഒബ്സർവേഷനിൽ നിന്ന് ജനറൽ തിയറിയിലേക്ക് മൂവ് ചെയ്തു. ഡിഡക്റ്റീവ് എന്ന് വെച്ചാൽ പിയർ ലേണിംഗ് ഇംപ്രൂവ്സ് മാത്ത് സ്കോഴ്സ് എന്ന് പറഞ്ഞൊരു തിയറിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു ആൻഡ് ടെസ്റ്റിംഗ് ഇറ്റ് വിത്ത് സ്റ്റുഡൻസ് ഡാറ്റ. ഓക്കെ, പിന്നെ നമ്മൾ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കാം. Which qualitative research approach is primarily concerned with the understanding the lived experience? നമ്മൾ പഠിച്ചതായിരുന്നു അല്ലേ, അതേതാ വരുന്നത്? lived experience ഏതായിരുന്നു? എത്തനോഗ്രാഫി ആണോ ഫെനോമിനോളജി ആണോ? ഇറ്റ്സ് എ ഫെനോമിനോളജി. ഇനി ഒതൻറ്റിസിറ്റി ഓഫ് ഡാറ്റ ഇൻ ഹിസ്റ്റോറിക്കൽ റിസർച്ച് ക്യാൻ ബി എസ്റ്റാബ്ലിഷ്ഡ് ത്രൂ. എന്താണ് ഹിസ്റ്റോറിക്കൽ റിസർച്ച്? ഹിസ്റ്ററി ബേസ് ചെയ്തിട്ടുള്ളതാണ്. എക്സ്റ്റേണൽ ക്രിറ്റിസിസം, ഇൻറ്റേർണൽ ക്രിറ്റിസിസം, എക്സ്പേർട്ട് ക്രിറ്റിസിസം, സിസ്റ്റമാറ്റിക് ക്രിറ്റിസിസം. ഇതിലെ ഒതൻറ്റിസിറ്റി ഓഫ് ഡാറ്റ എങ്ങനെ കിട്ടുമെന്നാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ നോട്ട്സൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. ഹിസ്റ്റോറിക്കൽ റിസർച്ച് നമുക്ക് അറിയുന്ന പോലെ തന്നെ ഇറ്റ്സ് എ ക്വാളിറ്റേറ്റീവ് മെത്തേഡ് ദാറ്റ് ഇൻവോൾവ്സ് സ്റ്റഡിങ് പാസ്റ്റ് ഇവൻറ്റ്സ്, ഡോക്യുമെൻറ്റ്സ്, ആർട്ടിഫാക്ട്സ് ആൻഡ് റെക്കോർഡ്സ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഇൻ്റർപ്രറ്റഡ് ഹിസ്റ്ററി. ഇത് നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണല്ലേ. നെക്സ്റ്റ്, അതിലെ ക്രിറ്റിസിസം, ഇതൊരു കോർ ടൂൾ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ച് ആണ്. അപ്പോൾ എക്സ്റ്റേണൽ ക്രിറ്റിസിസം എന്താണെന്ന് നോക്കാം. ഇത് ഒതൻറ്റിസിറ്റി ഓഫ് റിസോഴ്സ് ആണ്. നമുക്ക് ഇവിടെ തന്നെ ആൻസർ ചെയ്യാം. അപ്പോൾ എക്സ്റ്റേണൽ ക്രിറ്റിസിസം അതിൻ്റെ ഒതൻറ്റിസിറ്റി, അതായത് ഈ ഡോക്യുമെൻ്റ് ജെനുവിൻ ആണോ, ആരെഴുതി, എപ്പോൾ എഴുതി, എങ്ങനെ എഴുതി, അങ്ങനെ അതിൻ്റെ ഒതൻറ്റിസിറ്റി വെരിഫൈ ചെയ്യുന്നതാണ് എക്സ്റ്റേണൽ ക്രിറ്റിസിസം. അപ്പോൾ എന്താ ഇൻറ്റേർണൽ ക്രിറ്റിസിസം? ടു ഇവാലുവേറ്റ് ദ ക്രെഡിബിലിറ്റി ആൻഡ് അക്യുറസി ഓഫ് ദ കണ്ടന്റ്. അതിൻ്റെ അക്യുറസിയും ക്രെഡിബിലിറ്റിയും ഇവാലുവേറ്റ് ചെയ്യുന്നതാണ്. അതാണ് എന്ത് ഇൻറ്റേർണൽ ക്രിറ്റിസിസത്തിൻ്റെ പർപ്പസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ ഇവിടെ കിട്ടിയല്ലോ. എന്താണ് വരുന്നത്? എക്സ്റ്റേണൽ ക്രിറ്റിസിസം ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ്,
Two statements are given below. Internal validity of an experimental research is always ensured statistically, and internal validity examines the extent to which systematic error is present in the experimental research. ഇപ്പോൾ ഇതിൽ ഏതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് നോക്കാം. ഇപ്പോൾ ഇൻറ്റേർണൽ വാലിഡിറ്റി, അപ്പോൾ എന്താണ് ഇൻറ്റേർണൽ വാലിഡിറ്റി? ഇൻറ്റേർണൽ വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ആദ്യത്തെ ഇത് നോക്കാം. അതായത് എത്രത്തോളം കോൺഫിഡൻ്റ് ആണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് അതായത് പറയുകയാണെങ്കിൽ അതായത് നമ്മൾ 100% ഷുവർ ആണോ ഈ എ കോസെറ്റ് ബി, എ ആണ് ബിക്ക് കാരണം, അതിന് 100% ഷുവർ ആണോ, ആ കോൺഫിഡൻസ് കാണിക്കുന്നതാണ് ഇൻറ്റേർണൽ വാലിഡിറ്റി. ഇപ്പോൾ നമുക്കിപ്പോൾ ഫസ്റ്റത്തെ ചോദിച്ചിട്ടുള്ളത് ഇൻറ്റേർണൽ വാലിഡിറ്റി ഓഫ് എൻ എക്സ്പെരിമെൻ്റൽ റിസർച്ച് ഈസ് ഓൾവേസ് എൻഷുർഡ് സ്റ്റാറ്റിസ്റ്റിക്കലി. എപ്പോഴും എല്ലാ റിസർച്ചും മാത്സ് റിലേറ്റഡ് ആവണം എന്നുണ്ടോ? ഇല്ല, എല്ലാ റിസർച്ചും മാത്സ് റിലേറ്റഡ് അല്ലല്ലോ, ക്വാണ്ടിറ്റേറ്റീവ് അല്ലല്ലോ, ക്വാളിറ്റേറ്റീവും വരത്തില്ലേ. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ബേസിസിൽ നമുക്കത് പറയാൻ പറ്റത്തില്ല. അത് എപ്പോഴും ഒരു മാത്ത് പ്രോബ്ലം ആവണമെന്നില്ല, ഇറ്റ്സ് എ സ്ട്രക്ചറൽ പ്രോബ്ലം. ഇപ്പോൾ നമ്മൾ ഒരു കൺട്രോൾ ഗ്രൂപ്പ് നമ്മളൊന്നും യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ കാര്യമേ വരുന്നില്ല അല്ലേ. എപ്പോഴും സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കേണ്ടി വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അത് ക്യാൻ ഫിക്സ് ദ മിക്സി ഡാറ്റ എന്ന് പറയുന്നത് പറ്റത്തില്ല. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആ ഒരു ഡിസൈനാണ്, റിസർച്ച് ഡിസൈനാണ്. അതാണ് കംസ് ഫസ്റ്റ്. അപ്പോൾ ഓൾവേസ് സംടൈംസ് അത് വരും, ഓൾവേസ് പറ്റത്തില്ല. രണ്ടാമത്തെ കേസ് പറയുന്നത് എക്സാമിൻസ് ദ എക്സ്റ്റെന്റ് ടു വിച്ച് സിസ്റ്റമാറ്റിക് എറർ ഈസ് പ്രസൻറ്റ് ഇൻ ദ എക്സ്പെരിമെൻ്റൽ റിസർച്ച്. അത് ശരിയാണോ? നമ്മൾ പറയുന്നത് എത്രത്തോളം കോൺഫിഡൻ്റ് ആണ് എന്നുള്ള കാര്യമാണ്. അപ്പോൾ എന്നിട്ട് ആ ഒരു കോഴ്സ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആക്ച്വലി അതാണോ എഫക്റ്റ് ഉണ്ടാക്കിയത്, എത്രത്തോളം നമ്മൾ അതിൽ ഷുവറാണ്, അതാണ് നമ്മുടെ ഇൻറ്റേർണൽ വാലിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ശരിയാണ്, നമ്മുടെ സിസ്റ്റമാറ്റിക് എറേഴ്സ് മിനിമൈസ് ചെയ്യാം, പക്ഷേ സിസ്റ്റമാറ്റിക് എറേഴ്സ് മിനിമൈസ് ചെയ്യും. ബട്ട് ദ ഇൻറ്റേർണൽ വാലിഡിറ്റിയുടെ ഡെഫിനീഷൻ എന്ന് പറയുന്നത് സ്ട്രെങ്ത് ഓഫ് ആ ഒരു ലിങ്കിൻ്റെ സ്ട്രെങ്ത് ആണ്. അതായത് കോസും എഫക്റ്റും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിൻ്റെ സ്ട്രെങ്ത്തിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് കാര്യങ്ങളും തെറ്റ് എന്ന് നമുക്ക് പറയാലോ. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആ ഇൻകറക്റ്റ് ആണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഹൗസ് ബിൽഡിംഗ് ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 പറയുന്നത് ഫൈനലായിട്ടാണല്ലോ നമ്മൾ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ അപ്ലൈ ചെയ്യുന്നത് ഫൈനൽ സ്റ്റേജിൽ. അപ്പോൾ ഈ ഫൈനലായിട്ട് നമ്മളൊന്ന് ഓവറോൾ ഫൈനൽ ഇൻസ്പെക്ഷനാണ് ഹൗസ് ഓൾവേസ് സ്ട്രോങ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ശരിയാണോ? അല്ല, നമ്മുടെ ഹൗസ് സ്ട്രോങ് ബിക്കോസ് ഫൗണ്ടേഷൻ ആൻഡ് മെറ്റീരിയൽസ് ലൈക്ക് റിസർച്ച് ഡിസൈൻ. ഓക്കെ, ഫൗണ്ടേഷനും മെറ്റീരിയൽസും അത് ബേസ് ചെയ്തിട്ടല്ലേ ഹൗസ് സ്ട്രോങ് എന്ന് പറയുന്നത്. പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ എന്ന് പറയുന്നത് എന്താ പറയുന്നത്, ആ ഒരു സ്ട്രോങ് ഹൗസിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ടു എക്സാമിൻ ദ ലീക്ക്, ഹൗസിൻ്റെ ലീക്ക് എക്സാമിൻ ചെയ്യാം. അത് ഇതിൻ്റെ ഒരു പർപ്പസായിട്ട് നമുക്ക് പറ്റുമോ? ഇല്ല അല്ലേ. ദ പർപ്പസ് ഓഫ് സ്ട്രോങ് ഹൗസ് എന്ന് പറയുന്നത് എന്താ? അത് പ്രൊവൈഡ് ഷെൽട്ടർ, അതാണ് അതിൻ്റെ പർപ്പസ്. ലുക്കിംഗ് ഫോർ ലീക്ക് നമ്മൾ ലുക്ക് ചെയ്യണം, അത് ജസ്റ്റ് അത് സ്ട്രോങ് ആണോ എന്ന് നോക്കാൻ വേണ്ടി നമ്മൾ നോക്കുന്നതിന് മാത്രമാണ്. ഓക്കെ, അപ്പം നമുക്ക് ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ആർ ഇൻകറക്റ്റ് എന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ ഡാറ്റ കളക്ഷൻ ടെക്നിക് ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. ഇപ്പോൾ ഒബ്സർവേഷൻ റിവ്യൂലാണോ, ഡോക്യുമെൻ്ററി റിവ്യൂ ആണോ, ആപ്റ്റിറ്റ്യൂഡ്? ഈ ആപ്റ്റിറ്റ്യൂഡ് റിസർച്ചൊക്കെ ടെസ്റ്റൊക്കെ ഇതിൽ വരുന്നത് ക്വാളിറ്റേറ്റീവിലാണ്. ഇൻ്റർവ്യൂ ഷെഡ്യൂളും ക്വാളിറ്റേറ്റീവാണ്. ഡോക്യുമെൻ്ററി റിവ്യൂവും ഏകദേശം ക്വാളിറ്റേറ്റീവ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ വരുന്നത്
എന്തായിരിക്കും, ഒബ്സർവേഷൻ ഷെഡ്യൂൾ ആയിരിക്കും. നെക്സ്റ്റ്, which among the following are not correct attribute pair about the design of exploratory research? ഓവറോൾ ഡിസൈൻ ഫ്ലെക്സിബിൾ എന്ന് എഴുതിയിട്ടുണ്ട്, സാമ്പിളിംഗ് ഡിസൈൻ പ്രോബിലിറ്റി സാമ്പിളിംഗ് എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. എന്താ എക്സ്പ്ലോറേറ്ററി ഡിസൈൻ എന്ന് പറയുന്നത്, നമുക്ക് മെയിനായിട്ടൊരു എയിം ഉണ്ടാവത്തില്ല അല്ലേ, അത് നമുക്ക് അറിയത്തില്ല. നമുക്കൊരു സ്റ്റാർട്ടിങ്ങിൽ ഒരു ഫിക്സഡ് ഹൈപ്പോത്തസിസ് ഉണ്ടാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു പെട്ടെന്ന് എന്നിട്ട് ഓൺലൈനിൽ നോക്കിയപ്പോൾ 20 കടകൾ കണ്ടു, പക്ഷെ പുറത്ത് ഇറങ്ങി കഴിയുമ്പോൾ അത് കണ്ടില്ല. അപ്പോൾ അത് അന്വേഷിച്ചിറങ്ങുന്നത് ഒരു എക്സ്പ്ലോറേറ്ററിയാണ്. അപ്പോൾ അത് ന്യൂ ഓർ പ്യുവർലി അണ്ടർസ്റ്റുഡ് ഫെനോമിന ടു ഗെയിൻ ഇനീഷ്യൽ ഇൻസൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നടത്തുന്ന റിസർച്ചാണ് എക്സ്പ്ലോറേറ്ററി. അപ്പോൾ അത് ഫ്ലെക്സിബിൾ ആണ്, പിന്നെ ഓപ്പൺ എൻഡഡ് ആണ്, അതായത് അതിന് ഫിക്സഡ് ഹൈപ്പോത്തസിസ് ഒന്നുമില്ല. പിന്നെ എന്നിട്ട് ഒബ്സർവേഷനിൽ നിന്നാണ് നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കുന്നത്. പിന്നെന്താ, പ്രൊവൈഡ് ഡയറക്ഷൻ ഫോർ ദ ഫ്യൂച്ചർ എക്സ്പ്ലനേറ്ററി ഓർ കാഷ്വൽ റിസർച്ച്. നമ്മളതൊന്ന് ഒരു പിടിവള്ളി കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾക്ക് വേണമെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് പിന്നെ മുന്നോട്ട് ചെയ്യാം. പിന്നെ എന്നിട്ട് ആദ്യം തന്നെ നമ്മൾ ഒരു വേരിയബിൾസ് അൺകവർ ചെയ്യുന്നു, റിലേഷൻഷിപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, എന്നിട്ട് അത് പിന്നീട് നമുക്കത് യൂസ് ചെയ്യാം. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഫ്ലെക്സിബിൾ ഡിസൈനാണ് ഫസ്റ്റത്തെ കറക്റ്റാണ്. സാമ്പിളിംഗ് ഡിസൈന് പ്രോബിലിറ്റി സാമ്പിളിംഗ് ആണോ? പ്രോബിലിറ്റി ആകണം എന്നില്ലല്ലോ, എല്ലാത്തിനും മിക്ക ചാൻസ് വരണം എന്നൊന്നുമില്ല, നമുക്ക് നോൺ പ്രോബിലിറ്റി ആയിട്ട് പോവാം. അപ്പോൾ അത് തെറ്റാണ്, സെക്കൻഡ് തെറ്റാണ്. നോ പ്രീ പ്ലാൻഡ് ഡിസൈൻ ഇല്ല അല്ലേ? പ്രീ പ്ലാൻഡ് ഡിസൈൻ ഉണ്ടോ? ഇല്ല. നമ്മൾ ഇറങ്ങി തിരിക്കുകയാണ്, ഇതിന് ശേഷമാണ് ഒരു ഡെലിവറി ബോയിനെ കണ്ടെത്തുന്നു, പിന്നീട് അയാളോട് കാര്യങ്ങളൊക്കെ തിരക്കാണ് ചെയ്യുന്നത്. അപ്പോൾ നോ പ്രീ പ്ലാൻഡ്. അപ്പോൾ 1ഉം 3ഉം കറക്റ്റാണ്. അപ്പോൾ 1ഉം 3ഉം ഇവിടെ വരുന്നുണ്ട്, ഓള് വരില്ല. അപ്പോൾ 1ഉം 3ഉം 1ഉം 3ഉം. ഇപ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ടൈപ്പ് ഓഫ് റിസർച്ച് കോമൺലി യൂസ്ഡ് ഇൻ ബിഹേവിയറൽ സയൻസ് ആർ കോൾഡ്. ബിഹേവിയറൽ സയൻസിൽ യൂസ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് ആക്ഷൻ റിസർച്ച്. ഒരാളുടെ ബിഹേവിയർ വെച്ച് നോക്കുകയാണെങ്കിൽ ആക്ഷൻ റിസർച്ച് ഒരാളെ സെലക്ട് ചെയ്തിട്ട് ആളുടെ ബിഹേവിയർ കണ്ടുപിടിക്കാം, ആക്ഷൻ റിസർച്ച് പറ്റും. പിന്നെ ക്വാളിറ്റേറ്റീവ് റിസർച്ച് തന്നെയാണ് അവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ കൺസെപ്ച്വൽ റിസർച്ച് എന്ന് വെച്ചാൽ തിയറീസ് ആൻഡ് മോഡൽസൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് ബിഹേവിയർ സയൻസിലോ സൈക്കോളജിയിലൊക്കെ വരുന്നതാണ്. സോ ഈ ഓൾ ദ എബോവ് ആണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്. Next question, which is not true with respect to survey type research? Survey type research not true ഏതാ വരുന്നത്? സർവേ ടൈപ്പ് റിസർച്ചിൽ ഹാവ് ലാർജ് സാമ്പിൾസ്, അപ്രോപ്രിയേറ്റ് ഫോർ ഫിസിക്കൽ ആൻഡ് നാച്ചുറൽ സയൻസ്, നോ നീഡ് ഫോർ മാനിപ്പുലേറ്റിംഗ് ദ വേരിയബിൾസ്. ഫീൽഡ് റിസർച്ച് കറക്റ്റായിട്ട് അറിയാമല്ലേ? സർവേ ചെയ്യുമ്പോൾ ലാർജ് സാമ്പിൾസ് ഉണ്ടാവും. പിന്നെ ഫിസിക്കൽ ആൻഡ് നാച്ചുറൽ സയൻസിലൊക്കെ ഓൾമോസ്റ്റ് നമ്മൾ എക്സ്പീരിയൻസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ സർവേ ടൈപ്പ് ഫിസിക്കൽ നാച്ചുറൽ സയൻസിൽ പറ്റത്തില്ല. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നത്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് ദ സോഴ്സ് ഫോർ ദ സെക്കൻഡറി ഡാറ്റ. അപ്പോൾ സെക്കൻഡറി ഡാറ്റ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, പ്രൈമറി എന്ന് പറഞ്ഞാൽ നമുക്ക് നേരിട്ട് കിട്ടുന്ന, സെക്കൻഡറി എന്ന് പറഞ്ഞാൽ സെക്കൻഡായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ സർവേ ഒക്കെ നമ്മൾ പ്രൈമറി നേരിട്ട് സർവേ ചെയ്തിട്ട് കിട്ടുന്നതല്ലേ. റിസർച്ച് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അത് ഓൾറെഡി അവിടെ ഉണ്ടാവും, അതിൽ നിന്ന് നമ്മൾ എടുക്കുന്നു. അപ്പോൾ ഇത് സെക്കൻഡറി ആണ്. ന്യൂസ് പേപ്പർ ഓൾറെഡി നടന്ന കാര്യം, അപ്പോൾ അത് സെക്കൻഡറി ആണ്. പിന്നെ പബ്ലിക്കേഷൻ ഓഫ് ഫോറിൻ ഗവൺമെൻറ്റ്സ് അതും സെക്കൻഡറി ആണ്. അപ്പോൾ സർവേ ആണ് ഇവിടെ പ്രൈമറി. എക്സാമിൻ ദ ഫോളോവിങ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ അപ്രോപ്രിയേറ്റ് റിസർച്ച് ടൈപ്പ്. നമുക്കിത് നോക്കിയിട്ട് അതിൻ്റെ റിസർച്ച് ടൈപ്പ് ചെയ്താൽ നോക്കണം. ഇറ്റ് ഈസ് നോട്ട് കൺസേൺഡ് വിത്ത് ഫൈൻഡിങ് ന്യൂ ജനറലൈസേഷൻ. ഇറ്റ് ഈസ് ഇനീഷ്യേറ്റഡ് ടു സോൾവ് ഇമ്മീഡിയറ്റ് പ്രോബ്ലം. ഇപ്പോൾ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള കേസുകളാണ്. അപ്പോൾ അപ്ലൈഡ് റിസർച്ച് വരാം, ആക്ഷൻ റിസർച്ച് വരാം. It is situational, collaborative, self-evaluative and participatory. It carried out on a small sample ആണ്. അപ്പോൾ എന്താണ്? ആക്ഷൻ റിസർച്ച് ഉണ്ടല്ലോ ഇവിടെ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നത്. ഇനി 2 സെറ്റ് തന്നിട്ടുണ്ട്. സെറ്റ് 1 സ്പെസിഫൈ ദ ടൈപ്പ് ഓഫ് റിസർച്ച്, while set 2 indicate their characteristics. Match the two and give your answers by selecting the appropriate code.
അപ്പോൾ ഫണ്ടമെൻ്റൽ റിസർച്ച് ഇതിൽ ഏത് വരാനാണ് ചാൻസ്? ഫണ്ടമെൻ്റൽ റിസർച്ച് നമ്മൾക്ക് അറിയാവുന്ന കേസ് തന്നെയാണല്ലേ. ഫണ്ടമെൻ്റൽ ബേസിക് ആയിട്ടുള്ളൊരു റിസർച്ചാണ്. അത് വെച്ച് നോക്കുമ്പോൾ പോസിബിലിറ്റി ഓഫ് തിയറി ഫോർ ദ യൂസ് ഓഫ് വേരിയസ് സിറ്റുവേഷൻ. അപ്പോൾ ഏതാണ് വരാം? നമ്മൾ ഒരാൾ പിന്നെ പറ്റി എക്സ്പ്ലനേറ്ററി ത്രൂ അതേ തിയറി വരുന്നുണ്ട് അല്ലേ. എക്സ്പ്ലനേഷൻ ത്രൂ തിയറി ബിൽഡിങ്. അപ്പോൾ നമുക്ക് എങ്ങോട്ട് മാപ്പ് ചെയ്യാം? നമുക്ക് 2 മാപ്പ് ചെയ്യാം. ദെൻ അപ്ലൈഡ് റിസർച്ച് നമുക്ക് അപ്ലൈഡ് റിസർച്ച് ഫൈൻഡിങ് ഔട്ട് എക്സ്റ്റെൻഡ് ഓഫ് പെർസീവ്ഡ് ഇമ്പാക്റ്റ് ഓഫ് intervention, exploring, improving existing situation through soft intervention, exploring the possibility of a theory for use in various situation. നമ്മൾ എക്സിസ്റ്റിംഗ് തിയറി നമ്മൾ വേരിയസ് സിറ്റുവേഷനിൽ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു അല്ലേ. നമ്മൾ ഒരു പുതിയൊരു ഒരു ഷോപ്പ് പുതിയൊരു റെസിപ്പി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്, ഹെൽത്തി മിക്സ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ. ആക്ഷൻ റിസർച്ച് എന്താ? ആക്ഷൻ റിസർച്ച് ഇതിൽ ഇവാലുവേഷൻ റിസർച്ച് ഫൈൻഡിങ് ഔട്ട് ദ എക്സ്റ്റെൻഡ്. ഓക്കെ. ഇവാലുവേഷൻ റിസർച്ച് വരുന്നത് 1, അങ്ങനെയെങ്കിൽ ആക്ഷൻ റിസർച്ച് വരുന്നത് 3. ഓക്കെ. അപ്പോൾ ഇവിടെ ഓപ്ഷൻ 1 ആണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നത്. Which of the following research type focuses on ameliorating the prevailing situations? അതെല്ലാം വരുന്നത് ആക്ഷൻ റിസർച്ച്. A researcher attempts to evaluate the effect of methods of feeding on anxiety proneness of the children. Which method of research would be appropriate for this? ഏതാ വരുന്നത്? ഇപ്പോൾ ഓൾറെഡി നടന്ന കാര്യമാണല്ലേ ഫീഡിങ്, മെത്തേഡ് ഓഫ് ഫീഡിങ് ഓൾറെഡി അവിടെ മെത്തേഡ് ഓഫ് ഫീഡിങ് ഓൾറെഡി സംഭവിച്ച കാര്യമാണ്. ഓക്കെ, ഓൾറെഡി സംഭവിച്ചൊരു കാര്യമാണ് മെത്തേഡ് ഓഫ് ഫീഡിങ്. അതിലാണ് പിന്നീട് റിസർച്ച് നടത്തുന്നത്, ആങ്സൈറ്റി പ്രോൺനെസ് ഓഫ് ചിൽഡ്രൻ. അപ്പോൾ അവിടെ മാനിപ്പുലേഷൻ ഒന്നും നടക്കില്ല. അങ്ങനെ വെച്ച് നോക്കുകയാണെന്ന് വെച്ചാൽ എന്ത് വരാം? എക്സ്പോസ്ഡ് ഫാക്ട് മെത്തേഡ് അല്ലേ. മെത്തേഡ് ഓഫ് ഫീഡിങ് ഓൾറെഡി അവിടെ സംഭവിച്ചു കഴിഞ്ഞതാണ്. ആൻഡ് കനോട്ട് ബി മാനിപ്പുലേറ്റഡ് ബൈ ദ റിസർച്ചർ. അപ്പോൾ എന്നിട്ട് ആ പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻസ് ഉള്ള ഒരു ഗ്രൂപ്പാണ് സെലക്ട് ചെയ്യുന്നത്. എന്നിട്ട് അതിലാണ് എഫക്റ്റ് നോക്കുന്നത്. അപ്പോൾ 3 ആണ് കറക്റ്റ്. ഇനി അടുത്ത ചോദ്യം, പ്രിൻസിപ്പൽ ഓഫ് സ്കൂൾ കണ്ടക്ട് ആൻഡ് ഇൻ്റർവ്യൂ സെഷൻ of teachers and students with a view to explore the possibility of their enhanced participation in school programs. This interview may be related to which type of അത് ആ ഒരു സ്കൂളിനുള്ളിൽ വെച്ച് നടക്കുന്നതാ. അങ്ങനെ വെച്ച് നോക്കുകയാണെന്ന് വെച്ചാൽ ഇത് ഏതാ വരാം? ആക്ഷൻ റിസർച്ച് അല്ലേ. ഓക്കെ, ചെറിയൊരു സാമ്പിൾ ഗ്രൂപ്പിൽ അതിന് വെച്ച് നടക്കുന്ന സ്റ്റഡീനൊക്കെയാണ് നമ്മൾ ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് എന്താ? ഡാറ്റ കളക്ഷൻ ടൂളും തന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നോക്കാൻ. അപ്പോൾ എക്സ്പെരിമെൻ്റൽ മെത്തേഡ്, എക്സ്പോസ് ഫാക്ടോ മെത്തേഡ്, ഡിസ്ക്രിപ്റ്റീവ് സർവേ മെത്തേഡ്, ഹിസ്റ്റോറിക്കൽ മെത്തേഡ്. ഹിസ്റ്റോറിക്കൽ മെത്തേഡ് നമുക്ക് കണ്ണും കൂട്ടി അങ്ങോട്ട് ചെയ്യാം. ഫസ്റ്റാണ് വരുന്നത് അല്ലേ. പിന്നെ ഡിസ്ക്രിപ്റ്റീവ് സർവേ മെത്തേഡ് നമുക്ക് സർവേ നടത്താൻ ക്വസ്റ്റ്യനെയർ വെച്ചിട്ടാണ്. ഓക്കെ. പിന്നുള്ളത് എക്സ്പെരിമെൻ്റൽ മെത്തേഡിനൊക്കെയാണ് സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റ് വെക്കുന്നത്. ഇത് വെച്ച് നോക്കാം. C2 കണക്ട് ചെയ്യുന്നത്, C2 കണക്ട് ചെയ്യുന്നു, D1 കണക്ട് ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ഓപ്ഷൻ 2 ആണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നത് അല്ലേ. അതായത് A3 എക്സ്പെരിമെൻ്റൽ. ഓക്കെ, സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റ്, എക്സ്പോസ്ഡ് ഫാക്ടോ ടെസ്റ്റ്, ടിപ്പിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ടെസ്റ്റ്. ഓക്കെ. അടുത്ത ചോദ്യം, a researcher intend to explore the effect of possible factors for the organization of the effective midday meal intervention. Which research method will be most appropriate for this study? ഇതിൽ ഏതാണ് വരാൻ ചാൻസ്? ഇതിൽ എക്സ്പോസ്ഡ് ഫാക്ട് ആണോ, സർവേ മെത്തേഡാണോ, എക്സ്പെരിമെൻ്റൽ ആണോ, ഹിസ്റ്റോറിക്കൽ ആണോ? ഏതാ വരാൻ ചാൻസ്?
എക്സ്പോസ് ഫാക്റ്റോ മെത്തേഡാണ് അല്ലേ, ഓൾറെഡി അവിടെ നടന്ന കാര്യമാണ്. അപ്പോൾ അതുമല്ലാണ് എഫക്റ്റ് ഓഫ് പോസിബിൾ ഫാക്ടേഴ്സ് ചെക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഇൻ ക്വാളിറ്റേറ്റീവ് റിസർച്ച് പാരഡിഗം വിച്ച് ഓഫ് ദ ഫോളോവിങ് ഫീച്ചർ മേ ബി കൺസിഡർഡ് ക്രിട്ടിക്കൽ. ഇതിലേതാണ് ഫീച്ചേഴ്സ് ഏതാണ് നോക്കേണ്ടത്? ഡാറ്റ കളക്ഷൻ വിത്ത് സ്റ്റാൻഡർഡൈസ്ഡ് റിസർച്ച് ടൂൾ, സാമ്പിളിംഗ് ഡിസൈൻ വിത്ത് പ്രോബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക്സ്, data collection with a bottom-up empirical evidence, data gathering to take place with top-down systematic evidence. ഇതിലേതാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ചിലെ വരാം? ഏതാണ് വരാം? അപ്പോൾ ഇവിടെ റിസർച്ചേഴ്സ് എന്ത് ചെയ്യും? റിസർച്ചേഴ്സ് ഡിസ്ക്രിപ്റ്റീവ് ഡാറ്റ അല്ലെങ്കിൽ റിച്ച് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് ഡാറ്റ ഗ്യാദർ ചെയ്തിട്ട് അതിൽ നിന്ന് ന്യൂ തിയറീസ് ഡെവലപ്പ് ചെയ്യും അല്ലേ, and understanding rather than testing existing hypothesis with standardized tool. ഓക്കെ, ഇപ്പോൾ ആദ്യം ചെയ്തിട്ട് പിന്നീട് അതിൽ നിന്ന് ന്യൂ തിയറീസ് ചെയ്യണം. അങ്ങനെയെങ്കിൽ എന്താണ് ബോട്ടം അപ്പ് എംപിരിക്കൽ എവിഡൻസ് അല്ലേ, ഡാറ്റ കളക്ഷൻ വിത്ത് ചെറുതി താഴെ നിന്ന് മുകളിലോട്ട് എംപിരിക്കൽ എവിഡൻസ്, കളക്ഷൻ വിത്ത് ബോട്ടം അപ്പ് എംപിരിക്കൽ എവിഡൻസ്. What is not a research? Research is a careful and exhaustive investigation of phenomena with an objective of advancing knowledge. Okay, it is a systematic and objective attempt to study a problem for the purpose of deriving general principles. Okay, research is based on common sense knowledge, based on accumulated experience and belief of people. അത് വായിച്ചാൽ തന്നെ അറിയാതല്ല റിസർച്ച് എന്ന്. അപ്പോൾ അവിടെ ഓപ്ഷൻ 3 ആണ് വരുന്നത് കേട്ടോ. അടുത്തത്, വാട്ട് ഈസ് എ പ്യുവർ റിസർച്ച്? ഇറ്റ്സ് കൺസേൺ വിത്ത് ദ സെർച്ച് ഫോർ വേസ് ഓഫ് യൂസിങ് സയൻറ്റിഫിക് നോളജ് ടു സോൾവ് പ്രാക്ടിക്കൽ പ്രോബ്ലംസ് അല്ല. ഇറ്റ് ഡസ് നോട്ട് ഡെവലപ്പ് ടെസ്റ്റ് ഹൈപ്പോതെസിസ് ആൻഡ് തിയറീസ്. This research is not used to reject or support the existing theories, support the social. It is also called the basic research അല്ലേ, ബേസിക് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതന്നെ നമുക്ക് കണ്ണും കൂടി അങ്ങനെ പറയാം. ഇറ്റ്സ് കൺസേൺഡ് വിത്ത് ദ ക്വാസ്റ്റ് ഫോർ നോളജ് ആൻഡ് നോയിങ് മോർ അബൌട്ട് ദ ഫെനോമെനൻ വിത്തൗട്ട് കൺസേൺ ഫോർ ഇറ്റ്സ് പ്രാക്ടിക്കൽ യൂസ്. ഓക്കെ, അതാണ് ബേസിക് റിസർച്ച്, ഫണ്ടമെൻ്റൽ റിസർച്ച്, ഇതൊക്കെയാണ് പുവർ റിസർച്ച്. ഓക്കെ, വാട്ട് ഈസ് കേസ് സ്റ്റഡി മെത്തേഡ്? Case study method അറിയാലോ, ഇറ്റ് സ്റ്റഡി ദ ഫിനോമിനൻ ഇവന്റ് സിറ്റുവേഷൻ ഓർ ഡെവലപ്പിംഗ് ഇൻ വെരി സിംപ്ലിഫൈഡ് manner. It is studying the phenomena event situation or developing event through a thorough and detailed analysis or intensive study. This study depends on analysis of responses collected through data. It is concerned with the search for ways of using common sense to solve practical problem. ഇതിൽ ഏതാണ് ആൻസർ വരുന്നത്? സെക്കൻഡ് ആണല്ലേ. ഡീറ്റെയിൽഡ് അനാലിസിസ്, ഡീപ്പറായിട്ട് നമ്മളത് പോകും. ഇത് സിംപ്ലിഫൈഡ് ആയിട്ടല്ല വരുന്നത്, ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെയാണ്. ഓക്കെ, അതുകൊണ്ടാണ് 2 സെലക്ട് ചെയ്തത്. വാട്ട് ഈസ് ഹിസ്റ്റോറിക്കൽ റിസർച്ച് മെത്തേഡ്? ഹിസ്റ്റോറിക്കൽ റിസർച്ച് മെത്തേഡിൽ എന്താ ചെയ്യുക? അത് ഫാക്റ്റ് കളക്ട് ചെയ്യും. എങ്ങനെ? ബൈ പ്രെഡിക്റ്റിംഗ് ഫ്യൂച്ചറാണോ, അണ്ടർസ്റ്റാൻഡിങ് ദ പ്രസൻറ്റ് സിറ്റുവേഷൻ ആണോ, ബൈ ഗോയിങ് ദ പാസ്റ്റ് ഇൻ ദ ഡിഫറെൻറ്റ് പീരീഡ്സ് ആണ്. ഇത് കേട്ടാൽ തന്നെ നമുക്ക് അറിയാമല്ലേ, 3 വരാനാണ് അവിടെ ചാൻസ്. ഗോയിങ് ഇൻ ദ പാസ്റ്റ് ഇൻ ദ ഡിഫറെൻറ്റ് ഹിസ്റ്ററി കൂടെ പോകണം. Okay. Which of the following statement is false in the context of research? Inductive and deductive reasonings are applied in the research process. Verifiable findings are derived by the research process. Research is conducted to find answers of meaningful questions scientifically. It is necessarily improve quality of functioning of the area in which it is conducted. Okay. 4 ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ബാക്കിയൊക്കെ ഏകദേശം റിസർച്ചിൽ വരുന്ന കാര്യങ്ങളാണ്. ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടോ? ഇല്ല, എപ്പോഴും അത് ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യണമെന്ന് അതിന് വേണ്ടിയിട്ടൊന്നും ആവണമെന്നില്ല. Which are the characteristics of research? It always aim to develop new theory. Always aims എന്ന് പറയാൻ പറ്റില്ല. It is a scientific process. Okay, logical reasoning is used in the decision making during research process. Hypothesis testing is done in a very kind of research.
ഇറ്റ് കളക്ട് ആൻഡ് അനലൈസ് എവിഡൻസ് ടു ഡിറൈവ് ഫൈൻഡിങ്സ്. അപ്പോൾ ഇതിൽ ഏതാണ് വരുന്ന ചാൻസ്? ബി ഉണ്ട് ഓൾറെഡി. അപ്പോൾ സി ഡി നമുക്ക് ക്യാൻസൽ ചെയ്യാം. ബി ഉണ്ടല്ലോ, 1 2 3 ഇതിലേതെങ്കിലും ഒന്ന് വരും. പിന്നെ ലോജിക്കൽ റീസണിങ് ഒക്കെയാണ് അല്ലേ. പിന്നെ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ഇസ് ഡൺ ഇൻ എവരി കൈൻഡ് ഓഫ് റിസർച്ച്. എല്ലാത്തിലും ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ഉണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് ബി സി ആൻഡ് ഇ നമുക്ക് ചൂസ് ചെയ്യാം. നെക്സ്റ്റ്, റിസർച്ച് കണ്ടിന്യൂസ് ഡാറ്റ കളക്ഷൻ. ഓക്കെ, അടുത്ത ചോദ്യം. ഇൻ വിച്ച് ടൈപ്പ് ഓഫ് റിസർച്ചർ ഒബ്സർവ്സ് ദ സബ്ജക്റ്റ് ബൈ ബീങ് എ പാർട്ട് ഓഫ് ദ ഗ്രൂപ്പ്. അത് പാർട്ടായിട്ട് ഒബ്സർവ് ചെയ്യുന്നത് ഏതായിരിക്കും? പഠിച്ചതാണല്ലേ. ഏതാ? എത്നോഗ്രാഫിക്കാണ്. അടുത്തത്, സ്റ്റഡി ഓഫ് ലൈഫ് സൈക്കിൾ ഓഫ് ഇന്ത്യൻ പീപ്പിൾ ബിറ്റ്വീൻ 900 to 1947. ഓൾറെഡി കഴിഞ്ഞ കാര്യമാണ്. നമുക്കതെന്ന് പറയാം, ഹിസ്റ്റോറിക്കൽ റിസർച്ചുമായിട്ട് കണക്ട് ചെയ്യാം. ടെസ്റ്റിംഗ് സിഗ്നിഫിക്കൻസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ജോബ് സാറ്റിസ്ഫാക്ഷൻ ഓഫ് ഗവൺമെൻറ് ആൻഡ് നോൺ ഗവൺമെൻറ് എംപ്ലോയീസ്. ഇവിടെ ജോബ് സാറ്റിസ്ഫാക്ഷൻ അതിൽ ഡിഫറൻസ് ആണ് ടെസ്റ്റ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് അവിടെ ഗവൺമെൻറ് ആൻഡ് നോൺ ഗവൺമെൻറ് ഫിക്സഡ് ആണ്. ഇനി നമുക്കത് പറ്റുന്ന മാറ്റാനൊന്നും പറ്റില്ല. ഇപ്പോൾ അതവിടെ നിൽക്കട്ടെ. സ്റ്റഡി ഓഫ് എഫക്റ്റീവ്നെസ് ഓഫ് യോഗ എക്സസൈസ് ഓൺ മെൻ്റൽ ഹെൽത്ത് ഓഫ് പോലീസ്മെൻ. അത് വേണമെങ്കിൽ നമുക്കത് എക്സ്പെരിമെൻറ്റ് പോലെ വെക്കാം അല്ലേ. അപ്പോൾ നമുക്ക് C4 കണക്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ C4 വരുന്ന 2 ഉണ്ട്. ആൻഡ് A3 വരുന്നത് ഓക്കെ രണ്ടാമത്തതാണ്. അപ്പോൾ നമുക്ക് നേരിട്ട് 2 പോകാം. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള നോക്കുകയാണെങ്കിലും ടെസ്റ്റിംഗ് സിഗ്നിഫിക്കൻസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ജോബ് സാറ്റിസ്ഫാക്ഷൻ ഓഫ് ഗവൺമെൻറ്, അത് നമ്മൾ ഇത് അവരോട് നേരിട്ട് ചോദിക്കണം അല്ലേ. അപ്പോൾ അത് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. പിന്നെ സ്റ്റഡി ഓഫ് നോമാഡിക് പ്യൂപ്പിൾസ് പെർസെപ്ഷൻ റിഗാർഡിങ് ദെയർ ലൈഫ് ഇൻ സിറ്റുവൽ സിറ്റുവേഷൻ. അവിടെ പോയി അവരോടൊപ്പം താമസിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കാം. അപ്പോൾ എത്നോഗ്രാഫിക് റിസർച്ച്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഹെൽപ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നെക്സ്റ്റ് പാർട്ടുമായിട്ട് വരാം. സെറ്റ്സ് ഓഫ് റിസർച്ചിൻ്റെ വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ. Study of change maturity of student passage of change in our studying അത് സ്റ്റഡി ഓഫ് ദ എഫക്റ്റ് ഓഫ് വൺ വേരിയബിൾ on controlled situation ആണെങ്കിൽ എക്സ്പെരിമെന്റലാണ്.